നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ചൂട് വർദ്ധിക്കാൻ കാരണം ഉഷ്ണതരംഗം. ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുമ്പോൾ പല കാരണങ്ങൾ പറയാറുണ്ട്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും, എൽ നിനോ പ്രതിഭാസം, ഉയർന്ന അൾട്രാവയലറ്റ് ഇൻഡെക്സ് എന്നിവ. നിലവിൽ സംസ്ഥാനത്ത് പകലും രാത്രിയും അമിതമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു താൽക്കാലിക അന്തരീക്ഷ പ്രതിഭാസമായ ഉഷ്ണതരംഗം കൊണ്ടാണ്. ശരാശരി ഉയർന്ന ഊഷ്മാവിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില കുറഞ്ഞത് 5 ദിവസം നിലനിൽക്കുമ്പോഴാണ് ഉഷ്ണതരംഗമെന്ന് പറയുന്നത്. ചൂടും ആർദ്രത കൂടിയതുമായ കാലാവസ്ഥയാണ് ഇത്. ഉയർന്ന മർദ്ദം ചൂടിനെ ഭൂമിയുടെ പ്രതലത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. 3000-നും 7500 മീറ്ററിനും ഇടയിൽ ഉയർന്ന മർദ്ദമുണ്ടാകുകയും അതൊരു പ്രദേശം മുഴുവൻ കുറെ ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്താൽ ഉഷ്ണതരംഗം ഉണ്ടാകും. വായുമൂടി ചൂടിനെ മുകളിലേക്ക് പോകാൻ അനുവദിക്കാതെ കുടുക്കിലാക്കുന്നു. ഇതുമൂലം വായുപ്രവാഹം ഇല്ലാതാകുന്നു. മേഘങ്ങൾ വരാതിരിക്കുകയും മഴയുടെ സാധ്യത കുറയുകയും ചെയ്യുന്നു. ഉയർന്ന ചൂട് 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയാൽ ഉഷ്ണതരംഗവും, 6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വന്നാൽ തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകുന്നു. നിലവിലുള്ള ഈ പ്രതിഭാസത്തിന് ചിലർ എൽ നിനോ പ്രതിഭാസമെന്ന് പറയുന്നുണ്ട്. കാലാവസ്ഥയെ മാറ്റിമറിക്കുവാൻ എൽ നിനോയ്ക്ക് സാധിക്കും. പക്ഷേ അത് ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ്. എൽ നിനോ പ്രതിഭാസം വന്നാൽ അത് നിരവധി മാസങ്ങൾ നിലനിൽക്കുകയും ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ ആവർത്തിക്കുകയും ചെയ്യും. എൽ നിനോ വന്നാൽ ലോകത്തിൽ ചില ഭാഗങ്ങളിൽ രൂക്ഷ വരൾച്ചയും മറ്റു ഭാഗങ്ങളിൽ പ്രളയവും നിരവധി മാസങ്ങൾ നിലനിൽക്കും. ഈ ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നില്ല. നിലവിൽ കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണതരംഗം തന്നെയാണ്. ഇത് 2 മുതൽ 3 ആഴ്ച വരെ നിലനിൽക്കാം. ഉയർന്ന താപം കൊണ്ട് ഓരോ ജില്ലയിലും ഉണ്ടായ കൃഷിനാശം, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിവ വിലയിരുത്തി അവ നേരിടാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണം.